ഒരു അറബി കഥയാണ്. കഥയിലെ കഥാപാത്രം ഉമ്മയും ഉപ്പയുണ്ട്, അതേപോലെ തന്നെ ഒരു സഹോദരനും സഹോദരിയുണ്ട്. ചുരുക്കി പറയാണ്, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു പുതപ്പേ ഉള്ളൂ. അപ്പോൾ സഹോദരൻ ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഈ സഹോദരൻ മൂത്തതാണ്, സഹോദരി ചെറുതാണ്. അങ്ങനെ രാത്രി നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷത്തിൽ ഈ പറയുന്ന സഹോദരൻ എന്ത് ചെയ്യും, തൻ്റെ പുതപ്പ്, തനിക്കും ഉമ്മ പുതച്ചു തന്ന പുതപ്പ് സഹോദരി ഇങ്ങനെ വറക്കിയെന്ന് കാണുമ്പോൾ അവൾക്കത് പുതച്ചു കൊടുക്കും. ആ ഒരു ബോണ്ടിങ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ ബന്ധം. അങ്ങനെ അവസാനം ഒരു ദിവസം ഉമ്മ എഴുന്നേറ്റപ്പോൾ ഈ രംഗം കണ്ടു. അപ്പോൾ ഈ മോളോട് ചോദിച്ചു, മോനോട് ചോദിച്ചു, മോനെ നിനക്ക് തണുക്കുന്നില്ലേ? ഞാൻ നിനക്കും കൂടി ഇത് പുതച്ചു തന്നതല്ലേ, പിന്നെ എന്തിനാണ് അവൾക്കത് പരിപൂർണമായിട്ട് പുതച്ചു കൊടുക്കുന്നത്? അപ്പോൾ ഈ ജ്യേഷ്ഠം പറയാണ്, ആമി, എന്താണ് അനിയത്തിയുടെ പേരെന്താണ്? ആമി പുതച്ചിട്ടും തണുത്തിട്ട് വിറയ്ക്കുന്നത് കാണാൻ എനിക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സഹിച്ചാലും എൻ്റെ ആമിക്ക് ഒരു പ്രയാസം ഉണ്ടാകരുത്. ആമിയെ പരിപൂർണമായി പുതച്ചു കൊടുത്ത് കിടന്നുറങ്ങുന്ന ഒരു സഹോദരൻ. ഒരു ഉമ്മാക്ക് റബ്ബന ഹബലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്ൻ, അല്ലേ? കൺകുളിർമ. ആ കൺകുളിർമക്ക് അത് മതി, കൺകുളിർമക്ക് അത് മതി. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സന്ദേശമാണ് അവിടെ നമ്മൾ ആ കഥയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ശരി, അപ്പോൾ ഈ പറയുന്ന ഒരു തിരിച്ചറിവ് സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറുക, കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കഴിഞ്ഞ ബുധനാഴ്ച ദിവസവും എന്നെ ഒരാളിങ്ങനെ, കോഴിക്കോടുള്ളൊരു സ്ഥാപനം എന്ന് ഞാൻ പറയുന്നില്ല, അപ്പോൾ അവരങ്ങനെ വിളിച്ച് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി തരണം, ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, കുറേ ഭൂമി ഉണ്ട് കേട്ടോ, ഈ ഭൂമിയിൽ ഇവിടെ നമുക്കൊരു പാർക്ക് ഉണ്ടാക്കണം. എന്തുണ്ടാക്കണം? ഒരു പാർക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ചോദിച്ച പാർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല, പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കാണ്, എൽഡർ പാർക്ക്. അതിൻ്റെ പേര് എൽഡർ പാർക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിൻ്റെ ആവശ്യമാണ്? അല്ല, ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന സ്ഥലം നമുക്കൊന്ന് ഭംഗിയായി ഒന്ന് വെട്ടിത്തെളിച്ച് കഴിഞ്ഞാൽ അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ രാവിലെ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന നല്ല പ്രായമുള്ള വ്യക്തികൾക്ക് രാവിലെ ഇവിടെ വന്ന് ലൈബ്രറി, വായന, നമസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ഈവനിങ്ങിലോ അല്ലെങ്കിൽ രാത്രിയിലോ ഈവൻ ഭക്ഷണം അടക്കം അവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്നു. തിരിച്ചിട്ട് അവർ പോകുന്നു രാത്രിയിൽ. ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. 2022 എറണാകുളത്ത് ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ചിട്ട് ചർച്ച നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു പള്ളിയും മഹലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബുധനാഴ്ച ഇങ്ങനെ ആലോചിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ കുടുംബത്തിൽ എത്രത്തോളം എവിടെയൊക്കെ വിള്ളലുകൾ ഉണ്ടാവുന്നുള്ളത്. സ്വീഡനിലെ ഒരു പ്രൊജക്റ്റ് എന്താണെന്നറിയോ? അവർ റീപ്ലേസ് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റമാണ്. സ്വീഡനിലെ ഒരു പ്രൊജക്റ്റാണ് റീപ്ലേസ് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം. ഒരു കൂട്ടുകുടുംബത്തെ എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ അണുകുടുംബം എന്ന് പറയുന്നതിനെ അത് മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്യുക, ഒന്നുകൂടി എല്ലാവരും കുടുംബം ഒത്തൊരുമിച്ച് ജീവിക്കുക. അപ്പോൾ അതിനവർ ഉണ്ടാക്കിയിട്ടുള്ള എന്താണെന്ന് അറിയാം, ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗം. ഇനി നിങ്ങളൊരു വീടിൻ്റെ അങ്ങനെ വേണ്ട, നമ്മൾ ചിലപ്പോൾ ഈ തറവാട്ടിലൊക്കെ പോയാൽ കാണാം, ചിലപ്പോൾ തലശ്ശേരി അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ കുറ്റിച്ചേരയിലൊക്കെ പോയാൽ കാണാം, ഒരു തറവാട്ടിൽ 1, 2, 3, 4 അടുക്കളകളൊക്കെ ഉണ്ടാവും. 1, 2, 3, 4 അടുക്കളകളൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഒരു തറവാട്ടുകാരായിരിക്കും. അങ്ങനെയെങ്കിലും ജീവിക്കുക. ഇതേപോലെ ഒരുപാട് പ്രൊജക്റ്റുകൾ വിദേശ രാഷ്ട്രങ്ങൾ കൊണ്ടുവരാം കുടുംബത്തെ ഏകീകരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നേരെ തിരിച്ചാണ്, കുടുംബത്തിൽ നിന്ന് ചാടാൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കുന്നു. 1848 നമുക്കറിയാം ഫെമിനിസം എന്ന് പറയുന്ന, ഫെമിനിസത്തിൻ്റെ അനാർക്കിസം അല്ലെങ്കിൽ മോഡേണിസം, സോഷ്യലിസം എന്ന് പറയുന്ന പോലെയുള്ള ഒരുപാട് പദ്ധതികൾ ഒരു കാലത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവർ കൊണ്ടുവന്നതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് നേരെ വ്യതിചലിച്ചുകൊണ്ട് ഒരു അനാർക്കിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത് പുരുഷനെ ഒരു ഓപ്പോസായിട്ട് കാണാം. പുരുഷന്മാരെല്ലാം ഞങ്ങൾക്ക് എതിരാണ്, ഞങ്ങളുടെ എതിരാളികളാണ്. അപ്പം അതിൻ്റെ സംഭവം എന്താ? അവിടെയാണ് 2046. ഇപ്പം ഏത് വർഷം? 2025. അടുത്ത വർഷം 26. 46 എത്ര വർഷമുണ്ട്? 20 വർഷം കൂടിയും, അല്ലേ? അപ്പം ഇപ്പോൾ ഒരു 25 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് 20 വർഷം കഴിഞ്ഞാൽ എത്ര വയസ്സുണ്ടോ? 45 വയസ്സ്, അല്ലേ? അതായത് വിഡോ കെയർ, ചൈൽഡ് കെയർ കേട്ടിട്ടുണ്ടോ? ചൈൽഡ് കെയർ, കുട്ടികളെ കെയർ ചെയ്യുന്നത്. പുതിയ സ്ഥാപനമുണ്ട്, പുതിയ ബിസിനസ്സാണ്. വേണം ആലോചിച്ചോ, ചിന്തിച്ചോ. ബിസിനസ്സൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ്
ഇപ്പൊ പ്രസവിച്ചു കഴിഞ്ഞാൽ എവിടെ താമസിക്കുക? പണ്ടൊക്കെ നമ്മൾ വീട്ടിലാരാ വരിക? ഈറ്റാരുത്തി എന്ന് പറയല്ലേ, അവർ വന്നിട്ട് സർവീസ് ചെയ്യും. ഇപ്പം അതുണ്ടോ? ഇപ്പം അതില്ല. ഇപ്പം നേരെ ഇവിടെ അങ്ങനത്തെ കേന്ദ്രത്തിലേക്ക് പോകും. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സ്ഥാപനം വരും എന്നുള്ള? ഇപ്പം ഇഷ്ടം പോലെ വരികയാണ്. അതാകുമ്പോൾ നമുക്ക് പണിയില്ല, സുഖവുമില്ല. നമുക്ക് പണിയില്ലല്ലോ. സന്തോഷമായി, ഇങ്ങനത്തെ ഒരു 5-6 പ്രൊജക്റ്റ് വരട്ടെ, എന്നാൽ പിന്നെ അധ്വാനിക്കേണ്ടല്ലോ. ശരി, ഏതായിരുന്നാലും ഒരു പദ്ധതി വന്നു 2046 വിഡോ കെയറിനെ കുറിച്ച് ഇപ്പോൾ പല ബിസിനസ് ടീമുകളും ആലോചിക്കുകയാണ്. അതിന് ഷെയർഡ് ആണ്. എന്തിനാണെന്നറിയോ? കല്യാണം കഴിഞ്ഞിട്ട് തലാക്ക് അങ്ങനെ ഉണ്ടാവാം, കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. പക്ഷെ ഇന്നത്തെ ഡൈവോഴ്സ് എന്താണെന്നറിയോ? വളരെ സന്തോഷത്തില്ല. പണ്ടൊക്കെ ഡൈവോഴ്സായി എന്നൊക്കെ പറയാൻ തന്നെ മടിയാണ് അല്ലേ? മോള് ഇവിടെ വന്നതാണ് അങ്ങനെ പറയുള്ളൂ. അവളിവിടെ ഉള്ളത് വന്നതാണ് പറയില്ല. ഉള്ളിൽ അത് തലാക്ക് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ചെയ്യപ്പെട്ടതാണ് ഒന്നും പറയില്ല. പക്ഷെ ഇന്ന് വളരെ ഹാപ്പി ഡൈവോഴ്സാണ്. എന്ന് പറയാം, ഹാപ്പി ഡൈവോഴ്സ്. മോള് ഡൈവോഴ്സാണ്, ഇപ്പം ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ പറയാം. എന്താണ്? മോള് ഡൈവോഴ്സാണ്, ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ വാക്കുകൾ സമൂഹത്തിൽ എത്രത്തോളം അപകടം ഉണ്ടാക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല. നോക്ക്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പല ആളുകൾ വന്ന്, ഞാൻ പേര് പറയുന്നില്ല, ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഞാനിപ്പോൾ മില്യനെയറാണ്, ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്, ഞാനിപ്പോൾ ഒരു സ്വതന്ത്രയാണ്, ഇപ്പം ഞാൻ ഒരുപാട് പണം സമ്പാദിക്കുന്നുണ്ട്, ആരും ചോദിക്കാനും പറയാനും എനിക്ക് ആരുമില്ല, ചോദിക്കാനും പറയാനും എനിക്ക് ആരും ഇല്ല. എപ്പോൾ ചോദിക്കാനും പറയാനും തിരുത്താനും നമ്മളോട് സംസാരിക്കാനും നമ്മളോട് ശാസിക്കാനും ഒരാൾ വീട്ടിൽ ഇല്ലാതെ വരുന്നോ അന്ന് നമുക്ക് നഷ്ടമാണ്. നമ്മൾ ഭയപ്പെടേണ്ടത് ഒരു കാലത്ത് എന്തോ ഒരു വലിയ അപകടത്തിനെ നമ്മൾ നേരിടേണ്ടി വരും എന്ന ചിന്തയായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. പലപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു കുടുംബ ജീവിതത്തിൽ എത്രത്തോളം ക്ഷമക്ക്, കാരുണ്യത്തിന്, സ്നേഹത്തിന്, അതേപോലെ തന്നെ പരസ്പരമുള്ള ആദരവിന്, ബഹുമാനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള അരിള ഗദൻ. നാളെയാണ് തൃപ്തി, നാളെയാണ് തൃപ്തി. ദുനിയാവിൽ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും, ഭാര്യ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ചിലപ്പോൾ ഈ സ്ത്രീകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്ന ചില ചോദ്യം, ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളൊക്കെ, ഞാനിങ്ങനെ ഈ ഇൻഡിവിജ്വൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ പോസ്റ്റ് മാരിറ്റലൊക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ എൻ്റെ പുതിയാപ്പിനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, എന്നോട് നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണ് അങ്ങനെ ചോദിക്കാറുണ്ടോ? ഇപ്പം ഇല്ല അല്ലേ? ഇപ്പം ചോദിച്ചിട്ട് കാര്യമില്ല. ശരി, അങ്ങനല്ല കേട്ടോ, ചോദിക്കേണ്ട ആവശ്യമില്ല. ചോദിക്കാതെ തന്നെ തരുന്ന വ്യക്തിത്വമാണ് ഇവരുടെ ഭർത്താവ്. പുതിയാപ്പിൾ ഇവിടെ ഉണ്ടോ? ഇങ്ങനെ പറഞ്ഞാൽ പോരെ? മാറ്റി പറയണോ? വേണ്ടല്ലോ. ഓക്കെ, ശരി. അങ്ങനെ ഇവിടുന്ന് പോകണ്ടേ, ട്രെയിനിൽ പോകണ്ടേ? ശരി, നിങ്ങൾ പുതിയാപ്പിളുണ്ട് ഇവിടെ? ഇല്ല, ഇൻഷാ അല്ലാ അദ്ദേഹത്തിന് അല്ലാഹു ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. ആമീൻ. എല്ലാവർക്കും കേട്ടോ, അതെ നമ്മളെ പുതിയാപ്പിൾക്ക് ഇല്ലാത്ത. ശരി, എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. ആമീൻ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഞാൻ കം ടു ദി പോയിന്റ്. നമ്മൾ നേരത്തെ എഴുതിയതിലേക്കൊന്ന് വരട്ടെ അല്ലേ? എഴുതിയത് ഓർമ്മല്ലേ? ഒന്നാമത്തെ എന്തായിരുന്നു? രാവിലെ എഴുന്നേൽക്കുന്നത്. രണ്ടാമത്തത്, ഞാനാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ എൻ്റെ വീട്ടിൽ കുറച്ച് ഉപയോഗിക്കുന്ന ആൾ. ഏറ്റവും കുറച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഞാനാണ്. എനിക്ക് 10ൽ എത്ര മാർക്ക്? വേദിക്കോ ഈ എഴുത്താകുമ്പോൾ ആരും കാണൂല, ധൈര്യമായിട്ട് എഴുതിക്കോ. അങ്ങനെ അടികൂടെ അങ്ങനെ എഴുതിയാലും മതി. എഴുതിയോ? 10ൽ 10ഉം കിട്ടിയ ആൾക്കാർ? പുരുഷന്മാരിൽ സാറേ ചോദ്യം ഒന്നുകൂടി പറയണോ? 2ആയിട്ടുള്ളൂ അല്ല, ഇനിയും വേണോ? അല്ല, അങ്ങനല്ല. 10ൽ എത്ര മാർക്ക് കിട്ടി? ക്ഷമിക്കണം, 10ൽ ഈ രണ്ടാമത്തെ ചോദ്യത്തിന് എത്ര മാർക്ക് കിട്ടും നിങ്ങൾ? 10ൽ രണ്ടാമത്തെ ചോദ്യത്തിന് എത്ര മാർക്ക് കിട്ടും? ഓക്കെ, 4 മാർക്ക്. സത്യസന്ധമായിട്ട് പറഞ്ഞു. ഇദ്ദേഹത്തിന് ഒരു ക്ലാപ്പ് കൊടുക്കണം, എന്തായാലും കൊടുക്കണം. സത്യസന്ധമായിട്ട് എല്ലാം പറഞ്ഞാൽ വേണമെങ്കിൽ ഇവിടുന്ന് അടിക്കാമല്ലോ, ക്യാമറ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. 10ൽ 10 എന്ന് പറയാമല്ലോ. ശരി, 10ൽ ഒരു 8 കിട്ടിയ ആൾക്കാർ, 7 കിട്ടിയ ആൾക്കാർ, 6. ഓക്കെ,
എന്നെ എല്ലാവരോടും ചോദിക്കുന്നില്ല. ഈ ലുക്ക് മീ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ് ലുക്ക് മീ, എന്നൊന്ന് നോക്ക്. ഇത് കൊണ്ടുവന്നതാണ് 2024. എനിക്ക് ആ രാജ്യം മറന്നുപോയി. അവരെന്താ ചെയ്യുന്നറിയോ, ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നതാണ്. കാരണം ഭാര്യയും ഭർത്താവും കുടുംബങ്ങളും നമ്മളെ ക്യാമ്പയിൻ ഉണ്ടല്ലോ, നമ്മുടെ ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ അതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ലുക്ക് മീ, എന്നെ ഒന്ന് നോക്കുകയാണ് പരസ്പരം. 10 മിനിറ്റും കൂടിയുള്ള. അപ്പോൾ എന്നെ ഒന്ന് നോക്ക്. അപ്പോൾ ആദ്യത്തെ ദിവസം ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കിയ രാജ്യത്തിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുത്തപ്പോൾ ആദ്യത്തെ ദിവസം ഇങ്ങനെ ഭാര്യയും ഭർത്താവും ഇങ്ങനെ നോക്കിയിരുന്നു. മക്കളിങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട്, മക്കളും ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ മക്കളിൽ ഒരാളിങ്ങനെ അച്ഛനെ നോക്കുന്നു, അല്ലെങ്കിൽ ഉപ്പനെ നോക്കുന്നു, പിന്നെ ഉമ്മയെ അങ്ങനെ നോക്കുന്നു. രണ്ടാളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഇങ്ങനെ ചോദിച്ചു, എന്ത് ചോദിച്ചു? ഭാര്യ ഒന്നുമില്ല. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ആയപ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് പറയുന്നു. പിന്നെ സംസാരിക്കാൻ തുടങ്ങി, എന്തെങ്കിലുമൊക്കെ പറയുന്നറിയും. അപ്പോൾ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ചായ കുടിച്ചോ? ചായ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ സ്വന്തം കൈ കൊണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ചായ കുടിച്ചോ? നിങ്ങളിന്ന് പിന്നെ എപ്പോഴാണ് എത്തിയത്? അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഇവർ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഇവരുടെ കഴിഞ്ഞു പോയ ജീവിതത്തിലെ അനുഭവങ്ങൾ പറയാൻ തുടങ്ങി. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഫീഡ്ബാക്ക് പറയാണ്, റിപ്പോർട്ട്, ഭർത്താവ് ഭാര്യൻ്റെ മുമ്പിൽ കരയണം. ഭാര്യ അതേപോലെ തന്നെ കരയുന്നു. എന്തിനാണെന്നറിയോ? കഴിഞ്ഞു പോയ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പ്രയാസങ്ങൾക്ക് അനുഭവിച്ചു. അപ്പോൾ ആ പ്രയാസങ്ങൾക്ക് പരിഹാരങ്ങൾ കാണണം. അപ്പോൾ നിങ്ങൾ ഒരു ദാമ്പത്യ ജീവിതത്തിലെ പോരായ്മകളും അതേപോലെ പോസിറ്റീവായ കാര്യങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്യുന്നു. കൂടെ മക്കളും കൂടി ഇരുന്നിട്ട്. അവിടെയാണ് അടുത്തൊരു ടേണിങ്, നമ്മളൊരു ഭാഗത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം. ശരിക്കും ഒരു കുടുംബ ജീവിതത്തിൽ നമ്മുടെ മക്കളോടൊത്ത് ഇന്ന് ഇപ്പം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നമുക്കറിയാം, രാത്രിയിൽ നൈറ്റ് വൈബ് എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. എന്താണ് നൈറ്റ് വൈബ്? ഇന്ന് ബീച്ചുകളിൽ അതിനുള്ള കേന്ദ്രം വരുന്നുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലോട്ടാണ് പറയണത്. ചില പ്രത്യേക ഹോട്ടല് ഒരു രാത്രി 12 മണി മുതൽ ഒരു 4 മണി വരെ വൈബ് പ്ലേസാണ്. എന്താ വൈബ് എന്ന് പറഞ്ഞാൽ? ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, വൈബാണ്. വൈബെന്ന് പറഞ്ഞാൽ പല വൈബും ഉണ്ടാവും. അങ്ങനെ ഈ പറയുന്ന കുട്ടികൾ വീട്ടിൽ രാത്രി രക്ഷിതാക്കൾ അറിയാതെ പുറത്തേക്ക് ഇറങ്ങും. പല കുട്ടികളും ഒരു ദിവസം ഒരുത്തിനിറങ്ങി, കതക് മെല്ലെ തുറന്ന് ഇറങ്ങി, പ്രത്യേകിച്ച് ആൺകുട്ടികൾ പെട്ടെന്ന് കമ്പനി കൂടും. അങ്ങനെ കമ്പനി കൂടി ആദ്യമായിട്ട് കൂട്ടുകൂടിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലീസ് ജീപ്പ് വരുന്നു, പോലീസ് ജീപ്പ് നിർത്തുന്നു. അങ്ങനെ അവസാനം ആ കൂട്ടത്തിൽ ഒരാളെ കയ്യിൽ ഡ്രഗ്സ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ഡ്രഗ്സ് കയ്യിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നു, പോക്കറ്റിൽ നിന്ന് എടുക്കുന്നു, ഡ്രഗ്സ് എടുത്തിട്ട് പൊക്കുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് ഈ പറയുന്ന പോലീസുകാർ ഇവരോട് ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ സാറേ ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ വന്നാണ്. അപ്പോൾ നീ ഇവരെ പരിചയമുണ്ടോ? ഇല്ല സാറേ എനിക്ക് പരിചയമില്ല. പിന്നെന്താ ഈ സമയത്ത് അസമയത്ത് ഇവിടെ അങ്ങനെ നിൽക്കുന്നത്? അല്ല സാറേ ഞങ്ങളിങ്ങനെ ഒരു നൈറ്റ് വൈബിന് ഇറങ്ങിയതാണ്. പിന്നെ അത് പോലീസുകാർക്ക് നേരെ തിരിച്ച് പറയാൻ പറ്റില്ലല്ലോ, അവകാശമാണല്ലോ. ഇന്ന് വീട്ടിൽ പോലും നമുക്കൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങനെ അവസാനം ഈ പറയുന്ന യുവാവിനെ എന്താണെന്നറിയില്ല, ഈ കൗമാരപ്രായക്കാരനെ വിട്ടിനി മേലാൽ ഈ സമയത്ത് അസമയത്ത് ഇങ്ങനെ കാണാൻ പാടില്ല, നിന്നെ കൂടിയും അറസ്റ്റ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ കൊണ്ടുപോയി. എന്തോ ഭാഗ്യം കൊണ്ട് ഇവൻ കഴിച്ചിലായി. നേരെ വീട്ടിലേക്ക് വന്നു പിറ്റേ ദിവസം ഉമ്മ അറിഞ്ഞു. ഉമ്മ പറഞ്ഞപ്പോൾ ആകെ ബേജാറായി, സങ്കടമായി. പക്ഷേ ഇവൻ അവിടുന്ന് ഒരു പ്രതിജ്ഞ എടുത്തു, ഉമ്മ ഇനി ഒരിക്കലും ഞാൻ പുറത്തു പോകില്ല എന്നുള്ളത്. ഇത് നിങ്ങളോട് പറയാൻ കാരണം, ഇവിടെ ശരിക്കും അത് യുവാക്കളോട് പറയേണ്ട കാര്യങ്ങളാണെങ്കിലും നമ്മുടെ മക്കൾ എപ്പോൾ പോകുന്നു തിരിച്ചു വരുന്നു എന്നുള്ളത് പോലും പല രക്ഷിതാക്കൾക്ക് അറിയുന്നില്ല. രാവിലെ ചോദിക്കുകയാണ്, നീ എപ്പോഴാണ് വന്ന്? ഞാൻ രാത്രി ഒരു 1 മണിക്ക്. ഓക്കെ കീ ഞാൻ അവിടെ വെച്ചിരുന്നു, നിനക്ക് കിട്ടിയിരുന്നില്ലേ? എന്ത് ലാഘവത്തോട് കൂടിയിട്ട് നമ്മൾ ചോദിക്കുന്നത്. ഒരു ഉമ്മ പറയാണ്, ഞാൻ ആ കീ അവിടെ വെച്ചിട്ടുണ്ട്, നീ അത് എടുത്തിട്ട് തുറന്നു. കുറച്ചുകൂടിയൊക്കെ മുതിർന്ന് ഒരു ജോലിക്ക് പോയി ഒരു സംഘടനാ പ്രവർത്തനത്തിനൊക്കെ പോയി വരുന്ന കുട്ടീനോടല്ല, DJ മ്യൂസിക് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു വ്യക്തിയോടാണ്, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനോടാണ് ഒരു ഉമ്മ ചോദിക്കുന്ന ചോദ്യം എന്തോ ആയിക്കോട്ടെ എന്നാ. മക്കൾ എന്തായിക്കോട്ടെ, അതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? നമുക്കും എന്തും ആകാം. ഇത് ഒരു തെറ്റായിട്ടുള്ള സങ്കല്പങ്ങളാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാവുന്നത്. കം ടു ദി പോയിന്റ്. ഏതായിരുന്നാലും ഈ പറയുന്ന മക്കളെ ഫറസ്ദഖ് എന്ന് പറയുന്ന ഒരു കവിയുണ്ട് അറബിയൻ സാഹിത്യത്തിൽ.
നമുക്കറിയാം ഫറസ്ദക്കിൻ്റെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ഫറസ്ദക്കിനെ ചെറുപ്പത്തിൽ കൊണ്ടുവന്നു. അപ്പം നന്നായിട്ട് കവിത പാടും. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു ആ പറയുന്ന കഴിവിനെ നേരെ തിരിച്ചിട്ടിട്ട് പറഞ്ഞു, ഫറസ്ദക്കിന് എന്ത് പഠിപ്പിക്കണം? ഖുർആൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. നമ്മളെന്നത്തെ സംഗമതാണല്ലോ QLSൻ്റെ. അപ്പോൾ നന്നായി നമ്മൾ പറയും, എൻ്റെ മോൻ നന്നായിട്ട് പാട്ട് പാടും, എൻ്റെ മോൻ നന്നായിട്ട് അത് കളിക്കും, എൻ്റെ മോൻ നന്നായിട്ട് വരയ്ക്കും, ഒക്കെ ശരിയാണ്. പക്ഷെ നേരെ തിരിച്ച് ഇപ്പുറത്തൊന്ന് ആലോചിച്ച് നോക്ക്, എൻ്റെ മോന് അല്ലേ അവന് ഖുർആൻ പഠിപ്പിക്കുക. നേരെ ആ ഖുർആൻ പഠിപ്പിച്ച് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റാണ്. ശരിക്കും നിങ്ങൾ നേരത്തെ പറഞ്ഞ കൺകുളിർമ എന്ന് പറയണത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ടുണ്ട്. ഞാനൊരു ഹിഫ്ള് സ്ഥാപനത്തിൽ, ഒരു കോമൺ ആട്ടോ, നമ്മളെ ഇതുമായി ബന്ധപ്പെട്ടല്ല, കോമൺ ഹിഫ്ള് സ്ഥാപനത്തിൽ പോയപ്പോൾ ആ ഹിഫ്ള് സംഗമം കഴിഞ്ഞ ഉടനെ മോന് ഓടി ചെല്ലുന്നത് ഉപ്പൻ്റെ അടുത്തേക്കാണ്. ഉപ്പൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ഉപ്പാനങ്ങനെ കെട്ടിപ്പിടിക്കണം. സാധാരണ നമ്മളൊരാളെ ഹഗ് ചെയ്താൽ എത്ര സമയം വരെ ഇരിക്കും? ഹഗ് ചെയ്തിട്ട് 2 തട്ടൊക്കെ തട്ടി അല്ലേ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ മോനെ, അള്ളാഹു മോനെ അനുഗ്രഹിക്കും, ഉപ്പാക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, അൽഹംദുലില്ലാ, ഇതനുസരിച്ച് മോൻ ഇനിയും ഭാവിയിൽ ജീവിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരും. പക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തും. ഒരു 2-3 മിനിറ്റ് സമയം ആ ബാപ്പി മോനിങ്ങനെ ആലിംഗനം ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുക. മോനാണെങ്കിൽ പിടുത്തം വിടുന്നില്ല, ബാപ്പാണെങ്കിൽ അതിനേക്കാളും വലിയ പിടുത്തം. കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെക്കുന്നുണ്ട്, എന്തൊക്കെയോ ചവിട്ടിൽ പറയുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ ഉമ്മ ഉണ്ട് കേട്ടോ. ഉമ്മ അത് ആ കാഴ്ച കണ്ടിട്ട് ഉമ്മ ഇങ്ങനെ സന്തോഷിക്കുകയാണ്. അപ്പുറത്ത് ഇങ്ങനെ കണ്ടിട്ട് ഉമ്മൻ്റെ കണ്ണിന്ന് ഇങ്ങനെ കണ്ണുനീര് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പൊ സംഘാടകർ എല്ലാവരും അങ്ങനെ മാറി നിന്നു. ശരി, അവർ അത് കഴിയട്ടെ എന്ന് പറഞ്ഞു. 2-3 മിനിറ്റൊക്കെ അടുത്തെത്തിയ സമയത്ത് അവർ വിട്ടിട്ട് അവർ 2 പേരും സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് പോലും കൈ പിടിച്ചിട്ടാണ് പോകണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കൈ വിടാതെ ഹഗ് ചെയ്ത് കഴിഞ്ഞ് കൈ പിടിച്ചിട്ട് ഒരുമിച്ച് വന്നിട്ട് ഇങ്ങനെ ആ സ്ഥലത്ത് ഇങ്ങനെ വന്നിരിക്കുന്നു. ശരിക്കും ഞാൻ മനസ്സിലാക്കി എന്താണെന്നറിയോ, അത് ബോധപൂർവം പിടിച്ചതല്ല, ആ പിടുത്തം വിടാതെ അപ്പോഴും ആ മകൻ്റെ കൈ കൂട്ടിപ്പിടിക്കുകയാണ്. ഈ ബന്ധം എന്നെന്നും നിലനിൽക്കും. കൂട്ടിപ്പിടിക്കൽ, ഇതിനെന്താ പറയാ? കൂട്ടിപ്പിടിക്കുക. ഇങ്ങനെ കുടുംബത്തെ കൂട്ടിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. ഒന്ന് പറഞ്ഞേ, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. ആദരിക്കുക, ആദരിക്കപ്പെടുക. ആദരിക്കുക, ആദരിക്കപ്പെടുക. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ വീടിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഫാത്തിമയുള്ള വീട് സമാധാനമുള്ള വീടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയ ഫാത്തിമ ബീവിയുള്ള വീട് സമാധാനമുള്ള വീടാണ്. ഫാത്തിമ റളിയല്ലാഹുയുടെ ഭർത്താവിൻ്റെ പേര് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു ദീനും തഖ്വയുമുള്ള വ്യക്തിത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്താണ്. ഇതെന്തിനാ ഇവിടെ സൂചിപ്പിച്ചെന്നറിയോ? ഈ ദീനും തഖ്വയും നമുക്കുണ്ടോ? ഫാത്തിമ റളിയല്ലാഹുയെ പോലെ വീട്ടിൽ ആ ഫാത്തിമ റളിയല്ലാഹു ഉണ്ടെങ്കിൽ, നേരെ തിരിച്ച് സ്ത്രീകളോട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുള്ള വീട് സന്തോഷമുള്ള വീടാണോ? ശരിക്കും നമ്മൾ ചെറിയ കാര്യത്തിനാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ആണോ അല്ലേ? ചെറിയ കാര്യം ഉണ്ടാവുള്ളൂ, പക്ഷെ അതിങ്ങനെ കൂടി 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 വലുതായി അങ്ങനെ പല ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നു, നഷ്ടപ്പെടുന്നു. ഒന്ന് പറയാണ്, ഒരാള് നല്ല രീതിയിൽ ചിന്തിച്ചാൽ ആ കുടുംബത്തിൽ നന്മ ഉണ്ടാകും. ഒരാള് ആ കുടുംബം നശിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ ആ കുടുംബം നശിക്കും. കുടുംബത്തിലേക്ക് കയറി വന്ന സമയത്ത് ഈ സഹോദരി എന്തോ ചില സാഹചര്യം കൊണ്ട് എന്തോ വേദനിപ്പിക്കുന്ന പ്രയാസം ഉണ്ടായി. അപ്പം അന്ന് അവൾ ശപഥം ചെയ്തു. ചില ശപഥങ്ങളെ എന്താണ്? ഞാൻ ഈ കുടുംബം ഇനി കുളം തോണ്ടും. എന്താ പറയാ? കുളം തോണ്ടെന്ന് പറഞ്ഞാൽ എന്താ? കുഴപ്പമുണ്ടാക്കും അല്ലേ? നശിപ്പിക്കും. ഒരു പെണ്ണിന്റെ തീരുമാനം ഉണ്ടല്ലോ, ഞാൻ ഈ കുടുംബം കുളം തോണ്ടും. അതാര്? നമ്മളല്ല കേട്ടോ, അത് നമ്മളല്ല. ആലോചിച്ചോളി. അങ്ങനെ അവസാന തീരുമാനം എടുത്തു. അവിടെ വിവാഹാലോചന വരും, സാമൂഹ്യ പ്രവർത്തനം ചെയ്യും. എന്താ ചെയ്യുക? ആദ്യം ആ വിവാഹത്തെ മുടക്കുന്നത് ആരായിരിക്കും? ഈ വ്യക്തിയായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ കുടുംബത്തിലെ എല്ലാ നന്മകളെയും
നശിപ്പിക്കുന്നു. ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ പരാജയമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നേരെ തിരിച്ച് ഞാൻ ഈ കുടുംബത്തിൽ നന്മ ഉണ്ടാക്കിയെടുക്കും. മരിക്കാൻ കിടക്കുന്ന സമയത്ത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മക്കളുണ്ട്, ആ സ്ത്രീയുടെ സഹോദരികളുണ്ട്, പലരും ബന്ധുമിത്രാദികളൊക്കെ ഉണ്ട്. എല്ലാവരും കിടക്കുന്ന സമയത്ത് ചെറുങ്ങനെ പതുങ്ങിയ സ്വയത്തിൽ പറഞ്ഞു, സക്രാത്തിൻ്റെ ഹാല, എൻ്റെ മോളൊന്ന് വിളിക്കുമെന്ന് ചോദിച്ചു. ഈ സ്ത്രീക്ക് മോളില്ല കേട്ടോ, അതായത് സ്വന്തം മോളില്ല, ആൺകുട്ടികളാണ്. എൻ്റെ മോളൊന്ന് വിളിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഒന്നും കൂടി ചോദിച്ചു, മോളോ? അതായത് പിന്നെ ഈ പറയുന്ന സ്ത്രീയുടെ സഹോദരൻ്റെ മോളാണ് ചോദിക്കണത്. ഏത് മോളാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ വിചാരിച്ച് നമ്മളാണെന്ന് വിചാരിച്ചു, മീൻസ് ആ പറയുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അതല്ല, എൻ്റെ മരുമോള് വിളിക്കുമെന്ന് പറഞ്ഞു. മരുമോള് വന്നു. മരുമോള് വന്നിട്ട് കുറേ അവൾ വിചാരിച്ചില്ല അങ്ങനെന്ന്. മരുമോള് വന്നിട്ട് അടുത്ത് വന്നിരുന്നു. മോളെ എന്നെ ഒന്ന് തലോടി കൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ മോള് ആ പറയുന്ന ഉമ്മക്ക് ഇങ്ങനെ തലോടി കൊടുത്ത്, എന്നിട്ട് കൈ അവിടെ നെഞ്ചത്ത് ഇങ്ങനെ പിടിച്ചിട്ട് കൈ അമർത്തി പിടിച്ചിട്ട് ആ സ്ത്രീ പറയാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ആകെയുള്ള ഒരു ആശ്വാസം നീയാണ്. നീ ഈ കുടുംബത്തിൻ്റെ ഒരു അത്താണിയാണ്. നീ എന്ന് ഈ കുടുംബത്തിൽ കയറിയോ അന്ന് ഈ കുടുംബത്തിന് സന്തോഷവും സമൃദ്ധിയും സമാധാനവും ഉണ്ടായിട്ടുണ്ട്. നേരെ തിരിച്ചാലോചിച്ച് നോക്ക്. ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഈ പറയുന്ന മരിക്കാൻ കിടക്കുന്ന സക്രാത്തിൻ്റെ ഹാലിലും ആ ഉമ്മാക്ക് മരുമോളെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ എത്ര സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ള, ഇങ്ങനെയായിരിക്കണം ഹൃദയത്തിൽ കൂട് കൂട്ടേണ്ടത്. ഹൃദയത്തിൽ കൂട് കൂട്ടുക എന്ന് പറയുന്നത് ഇതാണ്. നേരെ തിരിച്ചാണെങ്കിൽ ഏറ്റവും വലിയ അപകടമാണ്. വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്ത് റഅദ് ഒരു പക്ഷേ നമ്മളൊക്കെ വായിച്ചിട്ടുള്ള ഒരു വചനമാണ്. സൽബുദ്ധിയുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചിട്ട്. അതിൽ മലക്കുകൾ വന്നിട്ട് ഒരു കുടുംബം ഒരുമിച്ച് കൂടുന്നത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുടുംബം ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. മലക്കുകൾ പറയണം, ഫനിഅമ ഉഖ്ബദ്ദാർ, ഈ പര്യവസാനത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് അവിടെ വിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തണം. അത് തൊട്ട് മുമ്പുള്ള വചനത്തിൽ പറയുന്ന ജന്നാത്തുൻ അദിനിൻ യദ്ഖുലൂനഹ, ആ പറയുന്ന സ്വർഗത്തിൽ സ്ഥിര താമസക്കാരായിക്കൊണ്ട് പ്രവേശിക്കുകയാണ്. ആരാണ് അവർ പ്രവേശിക്കുന്നത്? വമൻ സ്വലഹ മിൻ ആബാഇഹിം, നല്ല നടപ്പുള്ള അവരുടെ മാതാപിതാക്കളിൽ നിന്ന്. നല്ല നടപ്പ് എന്താ? നല്ല നടപ്പ് എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവങ്ങൾ, നല്ല പെരുമാറ്റങ്ങൾ, ദീനി നിഷ്ഠയുള്ള കുടുംബം, അങ്ങനെയുള്ള ആളുകൾ. അസ്വാജിഹിം വദുരിയത്തിയും, അവരുടെ ഇണകൾ, നല്ല നിലപാടുള്ള നല്ല നടപ്പുകാരായിട്ടുള്ള ഇണകൾ. അതേപോലെ നല്ല സന്താനങ്ങൾ. ഇപ്പം ആരൊക്കെയായി? വാപ്പായി, വാപ്പൻ്റെ തലമുറയായി, പിന്നെ ഇണകളായി, ഇണകളുടെ തലമുറയായി, മക്കളായി, മക്കളുടെ തലമുറകളായി. പിന്നെയോ വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബിൻ, എല്ലാ വാതിലുകളുടെയും മലക്കുകൾ ഇങ്ങനെ പ്രവേശിക്കും. എല്ലാ വാതിലുകളുടെയും മലക്കുകൾ അങ്ങനെ പ്രവേശിക്കും. എന്നിട്ടാണ് പറയുന്നത്, നിങ്ങൾ ക്ഷമിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, ശാന്തി ഉണ്ടാകട്ടെ എന്നുള്ളത്. എന്നിട്ട് അതിന് ശേഷം പറയുന്നുണ്ട്, അതെന്താ? ഈ പറയണ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ സ്വർഗത്തിലുള്ള ഒരു കുടുംബത്തെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. നേരെ ഓപ്പോസിറ്റ് ഒരു ടീമുണ്ട്. അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് വല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, ഉറപ്പ്, അതായത് അള്ളാഹുവിനോട് കരാറ് ചെയ്തതിന് ശേഷം അത് മുറിച്ച് കളയുന്ന ചില ആളുകളുണ്ട്. മാ അമറല്ലാഹു ബിഹി, അള്ളാഹു കൽപ്പിച്ചതൊക്കെ. അപ്പോൾ അള്ളാഹു കൽപ്പിച്ചതൊക്കെ ലംഘിച്ച് കളയുന്ന ആളുകളുണ്ട്. ആ യൂസല വയുഫ്സിദൂന ഫിൽ അർദി, അതായത് ബന്ധം കൂട്ടിച്ചേർക്കണമെന്ന് പഠിപ്പിച്ച ബന്ധങ്ങളൊക്കെ മുറിച്ച് കളയുന്ന ആളുകളുണ്ട്. മാത്രമല്ല ഭൂമിയിൽ സംഘർഷങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കി കളയാം. ചില വീട്ടുകാരൊന്നും ആലോചിച്ച് നോക്ക്, ഒരു വീട്ടുകാരെ കൊണ്ട് നാട്ടുകാർക്കും ഗുണമില്ല, നാട്ടുകാരാണെങ്കിൽ ബേജാറ്, ആ കുടുംബക്കാർ വന്നതിന് ശേഷം എല്ലാം ഓക്കെ. അവസാനം പറയുന്നത് ഉലൈക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാരി, അവർക്ക് അള്ളാഹുവിന് ശാപമുണ്ട്, അവരാണെങ്കിൽ മോശമായ ഒരു സങ്കേതത്തിലുമായിരിക്കും. ഒറ്റ ചോദ്യം, നമുക്ക് ബാക്കിയുള്ളതൊക്കെ മാർക്ക് പിന്നീടിടാം. ഉഖബദ്ദാർ എന്ന് പറയുന്ന നല്ല പര്യവസാനത്തിൽ നിങ്ങൾ ഉണ്ടാകണോ, അല്ല സൂഉദ്ദാർ എന്ന് പറയുന്ന മോശം സങ്കേതത്തിൽ, അള്ളാഹു ശപിച്ചിട്ടുള്ള ആ മോശം സങ്കേതത്തിലാണോ നമുക്ക് വേണ്ടത് എന്ന് ഓരോരുത്തരും ആലോചിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും നിങ്ങൾ ഫസ്റ്റ് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്തിരുന്നു, ഫോട്ടോ എടുത്ത് ഓർമ്മയില്ലേ? ഒന്നുകൂടി ഫോൺ എടുത്തേ, ലാസ്റ്റ് സർ ഒറ്റ മിനിറ്റ്.
ലാസ്റ്റ് ഇനി ഫോട്ടോ എടുക്കുമ്പോൾ, ഒരു സെൽഫി എടുക്കുമ്പോൾ ഇതെന്തിനാണെന്നറിയാം, ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് ഈ 2 സെൽഫിയും ഒന്നും കൂടി ഒന്ന് പരിശോധിക്കുക. ഇപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു 3 തീരുമാനങ്ങൾ എടുക്കണം. സ്വയം മനസ്സിൽ 3 തീരുമാനം. അതായത്, ഞാൻ ഇൻഷാ അല്ലാഹ് കുടുംബജീവിതത്തിൽ എൻ്റെ എന്ത് പോരായ്മയാണുള്ളത് ആ പോരായ്മ ഞാൻ നികത്തും. അതിലൂടെ ഒരു സ്വർഗീയ പ്രവേശനം ആ കുടുംബത്തിലുണ്ടായിരിക്കും. ആ ഒരു നല്ല ചിന്തയോട് കൂടിയിട്ടായിരിക്കണം നിങ്ങൾ 3 ഡിസിഷനോട് കൂടിയിട്ടായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത്. എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഓക്കെ, സ്റ്റാർട്ട്. വേഗം പെട്ടെന്ന്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.